ഹലോ, നമ്മളിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്ന് ഇല്ലസ്ട്രേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ഫോമാറ്റ് നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ബാലൻസ് ഷീറ്റിൻ്റെയും P&L-ലേക്ക്. അപ്പോൾ ആദ്യത്തെ ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ പറയുന്നത് എന്താ? ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഷോ ഹൗ ദ ഫിക്സ്ഡ് അസറ്റ്സ് ഫിക്സ്ഡ് അസറ്റ് മെഷീനറി ആണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ഡ്രോൺ ഇൻ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി as on 31st March 2018 and 31st March 2019. രണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ മെഷീനറി കാണിക്കും നിങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ രണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017-18 ഫിനാൻഷ്യൽ ഇയർ 18-19 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 17-18 എന്ന് പറയുന്നത് 1st April 2017 സ്റ്റാർട്ട് ചെയ്ത് 31st March 2018 എൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് മെഷീനറി ആസ് ഓൺ 31/3/2017 വന്നിട്ടുണ്ട് 2,40,000. എമൗണ്ട് ആഡഡ് ഓൺ റൈറ്റിംഗ് അപ്പ് ഓഫ് അസറ്റ്സ് ഇൻ ജൂൺ 2017 1 lakh. അതായത് റൈറ്റ് അപ്പ് ചെയ്തു, റീവാല്യൂ ചെയ്തു, ഇപ്പോൾ 1 lakh ഇൻക്രീസ് ചെയ്തു. അഡീഷൻസ് മെയ്ഡ് ഇൻ 2017-18 അതായത് ഫിനാൻഷ്യൽ ഇയർ 2017-18 മെഷീനറി പർച്ചേസ് ചെയ്തത് 12,000. കോസ്റ്റ് ഓഫ് മെഷീനറി സോൾഡ് ഇൻ 2017-18 7,000 റുപ്പീസിൻ്റെ മെഷീനറി സെല് ചെയ്തിട്ടുണ്ട്. Additions made in 2018-19 21,000. Cost of machinery sold in 18-19 11,000. Depreciation provided up to 31/3/2017 അതായത് accumulated depreciation ആണ് ഫസ്റ്റ് ഇയറിൽ 65,000. Depreciation in respect of machinery sold in 2017-18 3,000. Depreciation in respect of machinery sold in 18-19 8,000. Depreciation provided in 17-18 15,000. Provided in 2018-19 20,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ വർഷം അതായത് ഫിനാൻഷ്യൽ ഇയർ 2017-18 ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും, അതായത് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March 2018. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റം തന്നെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെഷീനറി ആസ് ഓൺ 31/3/2017 അതായത് 1/4/2017 ഉള്ള മെഷീനറി, അതായത് ഓപ്പണിംഗ് ബാലൻസ് 31/3 ക്ലോസിംഗ് ആണെങ്കിൽ 1/4 ഓപ്പണിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 2,40,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ മെഷീനറി ഫിക്സ്ഡ് അസറ്റ് എത്രയാണ് 2,40,000. ഇനി എമൗണ്ട് എത്രയാണ് റൈറ്റപ്പ് ചെയ്തത് റീവാല്യൂ ചെയ്തപ്പോൾ ജൂൺ 2017 റീവാല്യൂ ചെയ്തത് 1 lakh ആണ് അല്ലേ. 1 lakh എമൗണ്ട് ആഡ് ചെയ്യുക, 1 lakh ആഡ് ചെയ്തു അതിൻ്റെ ഒപ്പം, അതായത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഒപ്പം 1 lakh ആഡ് ചെയ്തു. ഇനി ആ വർഷം എത്ര അഡീഷൻസ് 12,000 അഡീഷൻസ് ഉണ്ട് അല്ലേ, അതും ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ മെഷീനറി 3,52,000. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ അതായത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റൈറ്റപ്പ് എമൗണ്ട് റൈറ്റപ്പ് ചെയ്ത് കൂടാതെ അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ 12,000 മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3,52,000. ആ വർഷം ഒരു 7,000 റുപ്പീസിൻ്റെ മെഷീനറി എന്ത് ചെയ്തു, സെല്ല് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കണം ടോട്ടലിൽ നിന്ന്. അപ്പോൾ 7,000 റുപ്പീസിൻ്റെ മെഷീനറി കുറച്ചു, ലെസ് കോസ്റ്റ് ഓഫ് മെഷീനറി സോൾഡ് ഡ്യൂറിങ് ദി ഇയർ 7,000. അപ്പോൾ എത്ര കിട്ടി 3,45,000. ഈ 3,45,000 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാല്യൂ ചെയ്തപ്പോൾ ഇൻക്രീസ് ഇൻ വാല്യൂ ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,45,000 ആണ്. അതിൽ 1 lakh ഇൻക്രീസ് ആണ്, അതായത് റീവാല്യൂ ചെയ്തപ്പോൾ ഇൻക്രീസ്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ പീരിയഡ് അതായത് 2017-18 ഫിനാൻഷ്യൽ ഇയറിൽ ഡിപ്രീസിയേഷൻ എത്ര പ്രൊവൈഡ് ചെയ്തു. നമ്മൾക്കിവിടെ ഡിപ്രീസിയേഷൻ അപ് ടു 31/3/2017 എത്ര തന്നിട്ടുണ്ട് 65,000 തന്നിട്ടുണ്ട് അല്ലേ, അതായത് ഓപ്പണിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് അപ് ടു 31st March 2017 65,000 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മെഷീനറി സെല് ചെയ്തു, അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്, ഡിപ്രീസിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഷീനറി സോൾഡ് 3,000. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അതെടുത്ത് കളയണം അല്ലേ. അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ റിലേറ്റിംഗ് അല്ലെങ്കിൽ പെർട്ടൈനിങ് ടു മെഷീനറി സോൾഡ് 3,000. അപ്പോൾ എത്രയാണ് 62,000 കിട്ടി. പിന്നെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ തന്നിട്ടുണ്ട് അല്ലേ. ഫിനാൻഷ്യൽ ഇയർ 2017-18 എത്രയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 15,000. അതെന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും, ടോട്ടൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 77,000 കിട്ടും. ആ 77,000 നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ദ മെഷീനറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 17-18 മെഷീനറിയുടെ വാല്യൂ കിട്ടും, അതായത് ക്യാരിയിങ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ എത്രയാണോ അത് കിട്ടും. എത്രയാണ് 2,68,000. ഇതാണ് ഫിനാൻഷ്യൽ ഇയർ 17-18 അതായത് ആസ് ഓൺ 31st March 2018 കോസ്റ്റ്. ഇനി നമ്മളെടുത്ത്
2018 മാത്രമല്ല 2019 പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കാം. കോസ്റ്റ് എത്രയാണ് മെഷീനറി, അതായത് ഓപ്പണിംഗ് ബാലൻസ് കോസ്റ്റ് ആസ് പെർ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. ഇവിടെ 3,45,000 കിട്ടി, അതിൽ 1,00,000 രൂപ എന്താ റൈറ്റ് അപ്പ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചിട്ടുള്ളതായിരിക്കും മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ 3,45,000 മൈനസ് 1,00,000 2,45,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് കോസ്റ്റ് അല്ലേ. ഇനി അതിൻ്റെ ഒപ്പം വീണ്ടും ആ 1,00,000 ആഡ് ചെയ്യണം. അത് റൈറ്റ് അപ്പ് ചെയ്തു, അത് കഴിഞ്ഞ വർഷം റൈറ്റ് അപ്പ് ചെയ്തു. അപ്പോൾ 3,45,000. ഇനി ആ വർഷം അഡീഷൻസ് എത്രയാണ് ഉള്ളത്? ആ വർഷം അഡീഷൻ പറഞ്ഞേക്കുന്നത് 21,000 ആണ് അല്ലേ. അഡീഷൻസ് മെയ്ഡ് ഇൻ 2018-19 21,000. അപ്പോൾ അത് ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ആ 3 ഐറ്റം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും, അതായത് 3,66,000. അതിൽ നിന്ന് ആ വർഷം എത്ര സെല് ചെയ്തു മെഷീനറി? 11,000 വാല്യൂവിൻ്റെ മെഷീനറി സെല് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ലെസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 3,55,000. അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ഡ്യൂറിങ് ദ പീരിയഡ്, അതായത് അത്രയും നാൾ എത്ര ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ വർഷം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 77,000 കിട്ടിയിരുന്നു അല്ലേ. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓപ്പണിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ ബാലൻസ്. ലെസ് ഡ്യൂറിങ് ദ പീരിയഡ് അപ്ലിക്കബിൾ ടു മെഷീനറി സോൾഡ്, അതായത് 2018-19 മെഷീനറി സെല് ചെയ്തു, അതിൻ്റെ പെർട്ടൈൻ ഡിപ്രീസിയേഷൻ എത്രയാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഡിപ്രീസിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഷീനറി സോൾഡ് ഡ്യൂറിങ് ദി ഇയർ 18-19 8,000. അത് എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. അതിവിടെ ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 69,000. ഇനി ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദി ഇയർ ഇവിടെ തന്നിട്ടുണ്ട് 20,000. അത് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 89,000 ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടും അല്ലേ. ഇതാണ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ, ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ. അത് നമ്മൾ നേരത്തെ കണ്ടുവച്ച കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? ക്യാരിങ് എമൗണ്ട് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 18-19 അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ആസ് എ 31st March 2019 എമൗണ്ട്, അതായത് 2,66,000. ഇതാണ് 2 വർഷത്തെ ഫിഗർ ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ ഫിഗർ അപ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരിങ് എമൗണ്ട് എന്ന് നമ്മൾ പറയും, ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് കിടക്കുകയാണ്. ഫോളോയിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ലക്ഷ്മി കമ്പനി ലിമിറ്റഡ് ആസ് എ 31st March 2019. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 2019 മാർച്ചിലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കിവിടെ സ്റ്റോക്ക് തന്നേക്കുന്നത് 2018, അതായത് കമ്പനീനെ സംബന്ധിച്ചത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ അടുത്ത് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് വെച്ച് P&L ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം നമ്മൾക്ക്. അപ്പോൾ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസസ്, വേജസ്, കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലേ. ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് ട്രയൽ ബാലൻസ് തന്നേക്കുന്നത്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ആസ് ഓൺ 31st March 2019. കൂടാതെ കുറച്ച് ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതായത് സ്റ്റോക്ക് ഓൺ 31st March 2019 വാസ് വാല്യൂഡ് അറ്റ് 82,000. എന്തായിരിക്കും ഇത്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതായത് 31st March 2019 ഇയർ എൻഡിലാണ് അല്ലെ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ, അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. കൂടാതെ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്സ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 10% ആണ്. മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ₹13,500. ഒരു പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, 13,500. ഇഗ്നോർ CDT, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യാം. ഇവിടെ സോൾ പ്രൊപ്പറേറ്ററിൻ്റെയും പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയൊക്കെ പോലെ തന്നെയാണ് P&L പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്യില്ല, സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒന്നുമില്ല, എല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ പേര് ലക്ഷ്മി കമ്പനി ലിമിറ്റഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ഫോർ ദ ഇയർ എൻഡിങ്. ഇവിടെ നോക്കേണ്ട ടേം എന്ന് പറഞ്ഞാൽ ഫോർ ദ ഇയർ എൻഡിങ് ആണ്. P&L ഒരു പീരീഡിലേക്കാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡ്, അതായത് 1st April to 31st March. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനാണ്. P&L ഒരു പെർട്ടിക്കുലർ പീരീഡിനും ബാലൻസ് ഷീറ്റ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുമാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് 31st March 2019 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പെർട്ടിക്കുലേഴ്സ് കോളം, നോട്ട് കോളം, 2 ഇയറിൻ്റെ കോളം. ഒന്ന് ആദ്യത്തെ എന്ന് പറയുന്നത് കറൻറ്റ് ഇയർ, അതായത് റണ്ണിങ് പീരീഡിൻ്റെ ഫിഗേഴ്സ് എഴുതാൻ. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സ് എഴുതാം. ഇവിടെ നമുക്ക് പ്രീവിയസ് ഫിഗേഴ്സ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എഴുതേണ്ടത് ബ്ലാങ്ക് ആയിട്ട് വിടാം. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ആദ്യത്തെ ഐറ്റം എപ്പോഴും റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് നമ്മളിവിടെ ട്രയൽ ബാലൻസിൽ നോക്കുമ്പോൾ റവന്യൂ സൈഡ്, ക്രെഡിറ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി അല്ലേ.
എപ്പോഴും റവന്യൂ സൈഡ് ഐറ്റംസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി. സെയിൽസ് എത്രയുണ്ട് ഇവിടെ? 3,50,000 തന്നിട്ടുണ്ട് അല്ലേ. ഓരോ ഐറ്റം എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ നേരെ ടിക്കറ്റ് പോകാം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽസ് എടുത്തു, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 3,50,000. കൂടാതെ ഇനി എന്താ തന്നേക്കുന്നത്? അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ റവന്യൂ നോർമൽ ഓപ്പറേഷനിലുള്ള ഇൻകം അല്ലാതെ എന്തൊക്കെ ഇൻകം ഉണ്ടോ അതെല്ലാം അതർ ഇൻകത്തിൽ വരും. നമുക്ക് ക്രെഡിറ്റ് സൈഡ് തന്നെ നോക്കിയാൽ മതി, അല്ല ഈ സൈഡ് തന്നെ നോക്കിയാൽ മതി. ഇവിടെ എന്താ ഉള്ളത്? ഡിസ്കൗണ്ട്. അപ്പോൾ അത് ഇൻകം ആണ്, അത് അതർ ഇൻകത്തിൽ പെടുത്താം. സർപ്ലസ് പെടുത്താൻ പറ്റില്ല, അത് ലയബിലിറ്റി സൈഡിൽ പോകേണ്ടതാണ്. ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ പോകേണ്ടതാണ്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിൽ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ പോകേണ്ടതാണ്. റിസർവ് ലയബിലിറ്റി സൈഡിൽ പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ആയിക്കൂടി ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അതർ ഇൻകത്തിൽ ഡിസ്കൗണ്ട് 5,000 കൊടുക്കുക. അപ്പോൾ അതർ ഇൻകം ഡിസ്കൗണ്ട് 5,000. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ, കമ്പനിയുടെ ടോട്ടൽ റവന്യൂ കിട്ടും 3,55,000. ഇനിയുള്ള എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ ആദ്യത്തെ തന്നെ എന്താ? പർച്ചേസസ്. എക്സ്പെൻസസ് നോക്കുമ്പോൾ ഈ സൈഡ് മാത്രം നോക്കിയാൽ ഡെബിറ്റ് അല്ലേ. എക്സ്പെൻസസും അസറ്റിനും ഡെബിറ്റ് സൈഡ് മാത്രം നോക്കിയാൽ അത് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പർച്ചേസസ് 2,45,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പർച്ചേസ് എടുത്ത് എഴുതാം, റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. പർച്ചേസസ് 2,45,000 ഇന്ന കോളത്തിൽ എഴുതി. ഇനി എന്താ ഉള്ളത്? ഇനി ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. ഇവിടെ അത് തന്നെയാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പർച്ചേസ് എൻട്രി ചെയ്തു, ഇനി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യണം. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 82,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, പർച്ചേസ് നമ്മൾ എഴുതി, അതിൻ്റെ അടിയിൽ തന്നെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് 82,000 അത് നമ്മൾ എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നേക്കുന്നത്? 75,000 മുകളിൽ തന്നിട്ടുണ്ട് അല്ലേ, അതും നമ്മൾ എഴുതി. ഇവിടെ നോക്കുക, 82,000 ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ. ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതലെങ്കിൽ പർച്ചേസിൽ നിന്ന് അത് ലെസ് ചെയ്യുക. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൂടുതലെങ്കിൽ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ പർച്ചേസിൽ ആഡ് ചെയ്യുക. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ, അതുകൊണ്ട് 7,000 കൂടുതൽ, അത് പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്യുക. എന്നിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക 2,38,000. 2,45,000 മൈനസ് 7,000, 2,38,000. ഈ 2,38,000 ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ്സ് എക്സ്പെൻസസ്. അതിനിവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്, നോട്ട് നമ്പർ 1. നോട്ട് നമ്പർ 1ൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ്സ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിൽ വരും. ഇവിടെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ഇവിടെ വന്നേക്കുന്നത് നോട്ട് നമ്പർ 1. നിങ്ങൾ നോട്ട് അക്കമ്പനി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് നോട്ടായിട്ട് കൊടുക്കുക. അക്കമ്പനിങ് നോട്ട്സ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. അതിൽ ആദ്യത്തെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നമ്പർ 1 ആണ്. അത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. നോട്ട് നമ്പർ 1 കൊടുത്തു. ഇവിടെ രണ്ട് കാര്യങ്ങളുള്ളൂ അല്ലേ, വേജ്, സാലറി. നോട്ട്സിലും 2 കോളം കൊടുക്കുക, പെർട്ടിക്കുലർ, പിന്നെ 2 കോളം, എമൗണ്ട് കോളം. ഒന്ന് കറണ്ട് ഇയർ, പിന്നെ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറോട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കത് വേണ്ട. അപ്പോൾ കറണ്ട് ഇയറിൽ വേജസും സാലറി മാത്രമേ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളൂ. എന്തൊക്കെയാണ്? എത്രയൊക്കെയാണ്? വേജസ് 50,000, സാലറി 7,500 അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 57,500. അത് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. അത് നമ്മളുടെ എക്സ്പെൻസ് സൈഡിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കണം. നോട്ട് നമ്പർ ഇടണം 57,500. ഫിനാൻസ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ഇങ്ങനെ കാണിക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് ഇട്ടിട്ട് ഇല്ലെന്നിടാം. ഇനി ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഫിക്സ്ഡ് അസറ്റിന് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെയുണ്ട് ഫിക്സ്ഡ് അസറ്റ്? ഇവിടെ ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഉണ്ട്, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, പിന്നെ പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക് ഉണ്ട്. ഇതിന് മൂന്നിനും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് 10% എന്ന് പറയുമ്പോൾ 1,700. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 29,000. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 2,900. പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക് 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 483. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോട്ട് നമ്പർ 2 ആണ് കൊടുത്തേക്കുന്നത്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓരോന്നിൻ്റെയും ഡിപ്രീസിയേഷൻ കൊടുക്കുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ 5,083. ഇവിടെ 0.483 അല്ല, അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്, 483 ആണ്. അപ്പോൾ ടോട്ടൽ 5,083. അതെടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L കൊണ്ടുവരാം. ഇനി വേറെ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും 3 ഹെഡ്, അതായത് പർച്ചേസസ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ. ഇത്രയും ഹെഡിൽ ഇല്ലാത്ത എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതർ എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിലേക്ക് കൊടുക്കുക. ഇവിടെ അതിനൊരു നോട്ട് തന്നിട്ടുണ്ട്, നോട്ട് നമ്പർ 3. അപ്പോൾ നോട്ട് നമ്പർ 3 എന്താണെന്ന് നോക്കാം.
നോട്ട് നമ്പർ 3 എന്താ അതർ എക്സ്പെൻസ്. ഇവിടെ അതർ എക്സ്പെൻസ് ആയിട്ട് റെൻറ്റും ഉണ്ട് സൺഡ്രി എക്സ്പെൻസും ഉണ്ട് അല്ലേ. ടോട്ടൽ 12,000 ഉണ്ട്. അവിടെ ക്വസ്റ്റ്യനിൽ റെൻറ്റ് 4,950, പിന്നെ എന്താ സൺഡ്രി എക്സ്പെൻസസ് 7,050 അല്ല, ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ആണ്. 4,950, 7,050, 12,000. അത് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ക്യാരി ഫോർവേഡ് ചെയ്യുക 12,000. ഇപ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞു, എല്ലാ റവന്യൂ കഴിഞ്ഞു. ഇപ്പോൾ എക്സ്പെൻസിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,12,583. നമ്മൾക്ക് റവന്യൂ കിട്ടി, ടോട്ടൽ എക്സ്പെൻസും കിട്ടി അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തായിരിക്കും? എയ്തർ ഇറ്റ് വിൽ ബി പ്രോഫിറ്റ് ഓർ ഇറ്റ് വിൽ ബി ലോസ്. റവന്യൂ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റും, റവന്യൂ കുറവാണെങ്കിൽ ലോസും ആയിരിക്കും. ഇവിടെ റവന്യൂ ആണ് കൂടുതൽ അല്ലേ. 3,55,000 ഉണ്ട്, കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് 3,12,000 വന്നിട്ടുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് 42,417. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സിന് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. എത്ര രൂപ പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 13,500 പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി, അതായത് റവന്യൂ മൈനസ് എക്സ്പെൻസ്. അതിൽ നിന്ന് ഇൻകം ടാക്സ് പ്രൊവിഷൻ കുറയ്ക്കണം. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 13,500 കുറയ്ക്കണം. അത് കഴിയുമ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, അതായത് 28,917. ഈ 28,917 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. ബാലൻസ് ഷീറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&Lൻ്റെ പോലെ തന്നെ 4 കോളം. ആദ്യത്തെ പെർട്ടിക്കുലേഴ്സ്, പിന്നെ നോട്ട്, പിന്നെ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ ഫിഗേഴ്സ്. ഇവിടെ ആദ്യത്തെ മെയിൻ ഹെഡിങ്, പണ്ട് നമ്മൾ ലയബിലിറ്റി എന്ന് മാത്രമായിരുന്നു പറയുന്നത്, ഇപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇതാണ് ഫസ്റ്റ് മെയിൻ ഹെഡിങ്, മേജർ ഹെഡിങ്. അതിൻ്റെ കീഴിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ ഫണ്ട് അവൈലബിൾ ആണോ അതെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കീഴിൽ വരും. ഒന്നാമത്തെ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? ഇവിടെ ക്രെഡിറ്റ് സൈഡ് നോക്കിയാൽ മതി അല്ലേ. 1 lakh തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 1 lakh. അപ്പോൾ അത് ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ ഇവിടെ നോട്ട് തന്നിട്ടുണ്ട്. നോട്ട് നമ്പർ A ആണ് ഇവിടെ. അപ്പോൾ നോട്ട് നമ്പർ A എന്താണെന്ന് നോക്കാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇത് അക്കമ്പനിങ് നോട്ട്സ് ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ A എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ്. ഇങ്ങനെ നമുക്കൊരു സെഗ്രിഗേഷൻ തന്നിട്ടില്ല. നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രം എഴുതിയാൽ മതി. 1 lakh എഴുതുക, നോട്ട് നമ്പർ കൊടുത്ത് ബാലൻസ് ഷീറ്റിൽ കൊടുക്കുക ഷെയർ ക്യാപിറ്റൽ. ഇനി സെക്കൻഡ് ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ സെക്കൻഡ് ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിന് നോട്ട് നമ്പർ B ആണ്. നോട്ട് നമ്പർ Bയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നോട്ട് നമ്പർ Bയിൽ റിസർവ് അല്ലേ. റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ? ഓക്കെ, റിസർവിന് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 15,500 തന്നിട്ടുണ്ട്. ഇവിടെ 15,500 റിസർവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു ഇങ്ങോട്ട് റിസർവ്സ് ഇൻ സർപ്ലസ് എന്ന് പറയുന്ന നോട്ടിലേക്ക് 15,500 ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. ഇനി സർപ്ലസ് നമുക്ക് ട്രയൽ ബാലൻസിൽ എത്ര ഓപ്പണിംഗ് തന്നിരിക്കുന്നത്? ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് 15,030 തന്നിട്ടുണ്ട് അല്ലേ. 15,030 നമുക്ക് തന്നിട്ടുണ്ട് സർപ്ലസ്. അപ്പോൾ അതെടുത്ത് ക്യാരി ഫോർവേഡ് ചെയ്തു. ക്യാരി ഫോർവേഡ് ചെയ്തപ്പോൾ 15,030 ഇന്നർ കോളത്തിൽ എഴുതി. കൂടാതെ എന്താ തന്നേക്കുന്നത്? പ്രോഫിറ്റ് ഫോർ ദി ഇയർ. നമ്മൾ ഈ വർഷം കണ്ടുപിടിച്ച പ്രോഫിറ്റ് അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തു 28,917. കൂടാതെ നമ്മൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യില്ല എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ മുന്നേ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് ഡിവിഡൻറ്റും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കൊടുത്തത്. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ നോട്ടിലാണ് എല്ലാ അപ്രോപ്രിയേഷനും ചെയ്യുക. ഇവിടെ ഡിവിഡൻറ്റ് എത്രയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡിവിഡൻസ് പെയ്ഡ് 9,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലെ കറണ്ട് ഇയർ സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കണം. കൂടാതെ വേറെ എന്തെങ്കിലും റിസർവിലോട്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതും കുറച്ച് കാണിക്കണം. ഇവിടെ എത്രയാണ്? 9,000 ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഇയർ പ്രോഫിറ്റ് 28,917 കിട്ടി. അതിന് ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 19,917. ഓപ്പണിംഗ് സർപ്ലസ് എത്ര ഉണ്ടായിരുന്നു? 15,030. എൻ്റെ രണ്ടിൻ്റെയും കൂടി അഡീഷൻ 34,947. ഇനി ഇത് രണ്ടും കൂടി ടോട്ടൽ, അതായത് റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് സർപ്ലസിൻ്റെ ബാലൻസും കൂടി ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,447. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ട്രേഡ് പേയബിൾസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ പ്രത്യേകം നോട്ടൊന്നും വേണ്ട, ഡയറക്റ്റ് എടുത്ത് എഴുതാം 17,500. ഇനി ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്താ? ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നോട്ട് നമ്പർ C ആണ്. തന്നേക്കുന്നത് എന്താ? ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ് അല്ലേ. നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് ലെസ് ചെയ്തു.
അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് കളയും. ഇപ്പോൾ അത്രയും കാലം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കും 13,500, അതും എടുത്തു. ഇപ്പോൾ ലയബിലിറ്റി സൈഡ് എല്ലാം ആയി. അതിൽ ഓരോ ഹെഡിൻ്റെയും ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ടോട്ടൽ ഇവിടെ എടുത്തു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതിൻ്റെ ടോട്ടൽ എഴുതി. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേയബിളും ഷോർട്ട് ടേം പ്രൊവിഷനും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ഇവിടെ 31,000 എടുത്ത് എഴുതി. ഇനി 1,50,447 31,000 ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി മേജർ ഹെഡിങ്ങിൻ്റെ ടോട്ടൽ, അതായത് ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ 1,81,447. ഇനി അസറ്റ് സൈഡ് സെക്കൻഡ് മേജർ ഹെഡിങ്, മെയിൻ ഹെഡിങ് അസറ്റ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന നോൺ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് അസറ്റ്സും. നോൺ കറൻറ്റ് അസറ്റിൻ്റെ കീഴിൽ ആദ്യം ഫിക്സ്ഡ് അസറ്റ്, അത് ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ആദ്യം ടാഞ്ചിബിൾ അസറ്റ് എന്തൊക്കെയുണ്ട്? നോട്ട് നമ്പർ D തന്നിട്ടുണ്ട് അല്ലേ. നോട്ട് നമ്പർ Dയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? പ്ലാന്റ് ഉണ്ട് അല്ലേ. പ്ലാന്റ് എത്രയാണ് തന്നേക്കുന്നത്? പ്ലാന്റ് തന്നേക്കുന്നത് 29,000 ആണ് ട്രയൽ ബാലൻസിൽ തന്നേക്കുന്നത് അല്ലേ. 29,000 ഡിപ്രീസിയേഷൻ 2,900 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലെസ് ചെയ്യുമ്പോൾ 26,100. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സും ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് 17,000 കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ 10%, 1,700 ലെസ് ചെയ്യുമ്പോൾ 15,300. കൂടാതെ പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ്, അത് ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ് ആണ്. അത് അവിടെ സെപ്പറേറ്റ് കാണിക്കണം. ഇൻടാഞ്ചിബിൾ നോട്ട് നമ്പർ E. ടാഞ്ചിബിൾ അസറ്റിൻ്റെ ടോട്ടൽ അവിടെ നിന്ന് നോട്ടിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ എഴുതുക. ഇൻടാഞ്ചിബിൾ അസറ്റ് E നോട്ട് നമ്പർ Eയിൽ പോവുക. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്കാണ് 4,830 തന്നിട്ടുണ്ട്. അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ 4,483 ലെസ് ചെയ്യുമ്പോൾ ക്യാരിങ് എമൗണ്ട് കിട്ടും 4,347. ഇതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നോട്ട് നമ്പർ E എന്ന് പറഞ്ഞാൽ 4,347. ഇനി അടുത്ത കറൻറ്റ് അസറ്റ് ഇൻവെൻട്രി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട് 82,000. നോട്ട് നമ്പർ F. ഒരൈറ്റം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നോട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് നമ്പർ F 82,000. ട്രേഡ് റിസീവബിൾ ഡെറ്റേഴ്സ് നോട്ട് നമ്പർ G ആണ്. ഡെറ്റേഴ്സ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പ്രോബ്ലത്തിൽ നമ്മൾക്ക് സെഗ്രിഗേഷനൊന്നും തന്നിട്ടില്ല. പുതിയ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 6 മാസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെറ്റേഴ്സും 6 മാസത്തിൽ താഴെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെറ്റേഴ്സും സെഗ്രിഗേറ്റ് കാണിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു സെഗ്രിഗേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം 6 മാസത്തിൽ താഴെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെറ്റേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഈ അസംഷൻ നോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡെറ്റേഴ്സ് 37,500 നോട്ട് നമ്പർ G അത് ക്യാരി ഫോർവേഡ് ചെയ്തു മുകളിലേക്ക് അതും എടുത്ത് എഴുതി. അപ്പോൾ ട്രേഡ് റിസീവബിൾ 37,500. ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ഒറ്റായിട്ടുള്ളൂ, നോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല 16,200. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി, അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയും അസറ്റ് സൈഡ് രണ്ട് ടോട്ടലും ഈക്വൽ ആണെന്ന് നോക്കുക. ഇവിടെ 1,81,447 1,81,447 രണ്ടും ടാലിയായി. ടാലി ആണോ എന്ന് നോക്കണം. ചെയ്ത് കഴിയുമ്പോൾ ട്രയൽ ബാലൻസും ടാലി ആണോ എന്ന് നോക്കണം. ചില ക്വസ്റ്റ്യനുകളിൽ ട്രയൽ ബാലൻസ് ടാലി ആവാറില്ല. ഇതാണ് ബാലൻസ് ഷീറ്റും P&L പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. ഇനി ഇല്ലസ്ട്രേഷൻ നമ്പർ 6 എന്താ പറഞ്ഞേക്കുന്നത്? ഫോളോയിങ് ബാലൻസസ് ആർ എക്സ്ട്രാക്റ്റഡ് ഓൺ 31st March 2019 ഫ്രം ദ ബുക്സ് ഓഫ് CB ലിമിറ്റഡ്. കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ബാലൻസസ് ആണ് എക്സ്ട്രാക്ട് ചെയ്തേക്കുന്നത്. ഇത് ഡെബിറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലുള്ള ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇൻകം, റവന്യൂ, പ്രോഫിറ്റ്, പിന്നെ ലയബിലിറ്റി ഒക്കെ നോക്കണമെങ്കിൽ ഈ സൈഡ് നോക്കുക. അസറ്റ്, എക്സ്പെൻസുകൾ അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നോക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് ടു ബി മെയ്ഡ് അപ് ടു 10,200. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് ടു ബി മെയ്ഡ് അപ് ടു 10,200, അതായത് 10,200 വരെ ആക്കണം. 10,200 വരെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പ്രൊവിഷൻ ഇവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ. എത്രയാ പ്രൊവിഷൻ ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 9,000 കിടക്കുന്നുണ്ട്. അപ്പോൾ 10,200 ആക്കണമെങ്കിൽ ഒരു 1,200 കൂടി പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഫാക്ടറി പ്രൊമൈസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ ലോറീസ് ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് by 3%, 15% and 20% respectively. The authorized capital of the company is rupees 10 lakh divided into 1 lakh shares of rupees 10 each. You are required to prepare a statement of P&L as on
for the year ended 31st March 2019 and balance sheet as of 31st March 2019. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ബാലൻസ് ഷീറ്റും 31st March 2019 നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആസ് പെർ കമ്പനീസ് ആക്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ആദ്യം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, പർച്ചേസസ് ഒന്നും അല്ല തന്നിരിക്കുന്നത്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ സെയിൽസും പർച്ചേസും ക്ലോസിങ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഐറ്റമാണ് തന്നിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് എടുക്കാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയിട്ട് എടുക്കാം അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2,46,640. ഇനി വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡ് നോക്കിയാൽ മതി അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ എന്താ ഉള്ളത്, ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ്, സർപ്ലസ്, ഗ്രോസ് പ്രോഫിറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ഇതെല്ലാം ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. കൂടാതെ സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയിൽ വരേണ്ടതാണ്. ട്രാൻസ്ഫർ ഫീ ഇത് നമ്മൾക്ക് അവിടെ വരേണ്ട അതർ ഇൻകത്തിൽ വരേണ്ടതാണ് അല്ലേ. ഇനി അക്രൂഡ് വേജസ് അതൊക്കെ ലയബിലിറ്റിയിൽ വരേണ്ട, സ്റ്റാഫ് ബെനിഫിറ്റ് ഫണ്ട് ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫീ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അതർ ഇൻകം ട്രാൻസ്ഫർ ഫീ 110 എന്ന് പറഞ്ഞാൽ കാണിക്കാം. ടോട്ടൽ റവന്യൂ എത്ര കിട്ടി, 2,46,750. ഇനി എക്സ്പെൻസസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്തൊക്കെയായിരിക്കും, സാലറീസും വേജസും ഒക്കെ ആയിരിക്കും അല്ലേ. ക്വസ്റ്റ്യനിൽ എന്താ, ഇനി എക്സ്പെൻസ് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി അല്ലേ. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 32,000 അല്ലേ, 32,000 തന്നിട്ടുണ്ട് സാലറീസ് ആൻഡ് വേജസ്. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ സാലറീസ് ആൻഡ് വേജസ് എന്ത് കാണിക്കുക, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ ഒന്നില്ലെങ്കിൽ നോട്ടായിട്ട് കൊടുക്കുക, ഒരൈറ്റം ഉള്ളതുകൊണ്ട് നോട്ടായിട്ട് കൊടുക്കണമെന്നില്ല, നിങ്ങളിങ്ങനെ തന്നെ കൊടുത്താൽ 32,000 കൊടുക്കുക. ഫിനാൻസ് കോസ്റ്റ് ഇവിടെ ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നില്ല് കൊടുത്തു. ഇനി ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് അല്ലേ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അസറ്റ് എന്തൊക്കെയുണ്ട് നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ഫാക്ടറി പ്രമൈസസ് ഉണ്ട്, മോട്ടോർ ലോറി ഉണ്ട് അല്ലേ. ഇത്ര 3 ഐറ്റം ഉണ്ട്. 3 ഐറ്റത്തിന് ഡിപ്രീസിയേഷൻ 3%, 15%, 20% കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ അല്ലേ. ക്വസ്റ്റ്യനിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 3%, ഫാക്ടറി പ്രമൈസസിന് 3%, പ്ലാന്റ് ആൻഡ് മെഷീനറി 15%, പിന്നെ മോട്ടോർ ലോറീസിന് 20% കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ് വെച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാത്തിനും കൂടി അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കുക. എത്രയാണ് ടോട്ടൽ വരുന്നത്, 80,474. ഇനി ഇത്രയും ഹെഡിൽ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കുക. അതർ എക്സ്പെൻസിന് ഇവിടെ ഒരു നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നോട്ട് നമ്പർ 1 എന്തൊക്കെയാണ്, റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് 28,400 അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 28,400. ഇനി എന്തൊക്കെയാണ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഫീസ് ഉണ്ട്, ഓഡിറ്റ് ഫീസ് ഉണ്ട് അല്ലേ. ഇത്ര എക്സ്പെൻസുകളാണ് ഉള്ളത്. പിന്നെ നമ്മൾക്ക് കൂടാതെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 10,200 ആണ് വേണ്ടത്. ഓൾറെഡി 9,000 നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി 1,200 എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 10,200 മൈനസ് 9,000 എത്രയാണ്, 1,200 മാത്രം പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ എക്സ്പെൻസുകളുടെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ 65,550. അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ക്യാരി ഫോർവേഡ് ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. അപ്പോൾ ടോട്ടൽ റവന്യൂ നമ്മൾക്ക് കിട്ടി, ടോട്ടൽ എക്സ്പെൻസും കിട്ടി അല്ലേ. ഇവിടെ റവന്യൂ ആണ് കൂടുതൽ, അതുകൊണ്ട് പ്രോഫിറ്റ് ആയിരിക്കും. നമ്മളടുത്ത് ഇവിടെ ടാക്സ് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ടാക്സ് കണ്ടു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, റവന്യൂവിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഡിഫറൻസ്, അതായത് 68,726. ഇത് നമ്മളങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. ഇനി ബാലൻസ് ഷീറ്റ് എന്ത് വരും, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരും അല്ലേ. ആദ്യത്തെ ഐറ്റം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി മെയിൻ ഹെഡിങ്, അതിൻ്റെ കീഴിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൻ്റെ കീഴിൽ ഷെയർ ക്യാപിറ്റൽ വരും. ഷെയർ ക്യാപിറ്റലിൽ നോട്ട് നമ്പർ A കൊടുത്തിട്ടുണ്ട്. നോട്ട് നമ്പർ A എന്താണെന്ന് നോക്കാം. അതോറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ഷെയർസ് ഓഫ് 10 each എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 10 lakh അല്ലേ. അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് 30,000 7% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ 3 lakh. 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each 60,000 അല്ലേ, അതും തന്നിട്ടുണ്ട് 6 lakh. അതും നമുക്ക് 60,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 10 രൂപയാണ്, അപ്പോൾ 6 lakh. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് അല്ലേ. ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ 9 lakh എഴുതി. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുമ്പോൾ സ്റ്റാഫ് ബെനോളൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇരിക്കുന്നുണ്ട്, ബാലൻസ് തന്നിട്ടുണ്ട്, അതെടുത്തെഴുതുക. അത് റിസർവ് ആണല്ലേ.
അത് 17,900 ഔട്ട് കോളത്തിലിടുക. പിന്നെ സർപ്ലസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 16,240, അതായത് കഴിഞ്ഞ വർഷത്തെ 16,240. ഈ വർഷത്തെ സർപ്ലസ് ബാലൻസ് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 68,726. കൂടാതെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് 21,000 എന്ന് പ്രവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഇൻട്രീം ഡിവിഡൻഡ് 15,000 പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 36,000, രണ്ടും കൂടി ടോട്ടൽ 32,726. ഇത് ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 48,966. അപ്പോൾ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ബെനോളജ് ഫണ്ട് പ്ലസ് സർപ്ലസിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, അതായത് 48,966. ടോട്ടൽ 66,866. അത് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം, ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലേ. 66,866. ഇനി എന്താ ഉള്ളത്? ഇനി കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് പേയബിൾസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ട ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിനി പ്രത്യേകം നോട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം 1,29,640. പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ബാലൻസ് തന്നപ്പോൾ ഒരു കാര്യം തന്നിട്ടുണ്ട്, അക്രൂഡ് വേജസ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 12,840. അതും കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഓഫ് ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഇട്ട് എത്രയാണ്? 11,09,346. അത് കഴിഞ്ഞ് അസറ്റ് നോക്കുക. അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സ് ആദ്യം ടാഞ്ചിബിൾ അസറ്റ്സ്. നോട്ട് നമ്പർ സി എന്തൊക്കെയുള്ള? ഫാക്ടറി പ്രമൈസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ ലോറീസ് അല്ലേ. നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കുറയ്ക്കുക. അപ്പോൾ ക്യാരിങ് എമൗണ്ട് കിട്ടും. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ലെസ് ചെയ്യുക. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ക്യാരിങ് കോസ്റ്റ് കിട്ടും, ക്യാരിങ് എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ മോട്ടോർ ലോറിയുടെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ക്യാരിങ് എമൗണ്ട് കിട്ടും. ടോട്ടൽ ചെയ്യുക 7,91,686 ആണ് ക്യാരിങ് എമൗണ്ട് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ്. അത് ബാലൻസ് ഷീറ്റിലോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. എത്രയാണ്? 7,91,686. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ നോട്ടുണ്ട് ഡി. ഒരൈറ്റം ഉള്ളൂ, ഡിപ്രീസിയേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നോട്ട് ഇവിടുത്തെ പോലെ കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നോട്ടില്ലാതെ എഴുതുകയാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒന്ന് ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോട്ട് കൊടുക്കണമെന്നില്ല. 15,000 ഒറ്റ ഐറ്റം അല്ലേ ഉള്ളൂ, 15,000 അസറ്റ് നോൺ ടാഞ്ചിബിൾ അസറ്റ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 8,06,686. ഇനി നമുക്ക് എന്താ ഉള്ളത്? നോൺ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാലൻസസിൽ 1,14,600. ബാലൻസസിൽ തന്നിട്ടുണ്ട് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് ഫിഗറാണ് തന്നിരിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ 1,14,600. നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരൈറ്റം ഉള്ളതുകൊണ്ട്. ട്രേഡ് റിസീവബിൾ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് 1,11,580. ജെയിന എന്നറിങ്ങിൻ്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നവർ ട്രേഡ് റിസീവബിൾസിൻ്റെ നോട്ടിലേക്ക് വരിക. നോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെഗ്രിഗേഷൻ തന്നിട്ടുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സ് എക്സീഡിങ് 6 months, സൺഡ്രി ഡെറ്റേഴ്സ് ലെസ് ദാൻ 6,000 അല്ലേ. നമ്മൾക്ക് പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സെഗ്രിഗേഷൻ തന്നിട്ടില്ല. ഇത് ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അവർ വിട്ടുപോയതായിരിക്കാം, പ്രിന്റ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം സെഗ്രിഗേഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ട്രേഡ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ, അവസാനത്തെ ഫിഗർ മാത്രം കാണിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സെഗ്രിഗേഷൻ തരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അതായത് 6 മാസത്തിന് എക്സീഡിങ് 6 months, 6 മാസത്തിന് മുകളിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സൺഡ്രി ഡെറ്റേഴ്സും 6 മാസത്തിന് താഴെയായിട്ടുള്ള സൺഡ്രി ഡെറ്റേഴ്സും സെഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇനി ഇവിടെ നമ്മൾക്ക് 1,21,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ടുള്ള 10,200 ലെസ് ചെയ്തു. ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 1,11,580. അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി അടുത്ത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അതും ഒരൈറ്റം ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടാം. 68,500. പിന്നെ ഒരു കാര്യം തന്നേക്കുന്ന ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, നോട്ട് നമ്പർ എച്ച്. അതും ഒരൈറ്റം ഉള്ളൂ, റെന്റ് ആൻഡ് ടാക്സസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഒരൈറ്റം ഉള്ളതൊന്നും വേണമെങ്കിൽ നോട്ട് കൊടുക്കണമെന്നില്ല. ഒരൈറ്റം ഉള്ളതൊക്കെ നോട്ട് കൊടുക്കാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. നോട്ട് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഒഴിവാകും. ഇവിടെ ലോൺസ് അഡ്വാൻസ്, റെന്റ് ആൻഡ് ടാക്സസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 7,980. അത് നമ്മൾ എവിടെ കാണിച്ച ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് നോട്ട് നമ്പർ എച്ച് കാണിച്ചു 7,980. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 11,09,346. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയുടെയും അസറ്റിൻ്റെയും ടോട്ടൽ ടാലി ആയി. നിങ്ങൾ ടാലി ആണെന്ന് കൃത്യമായിട്ട് നോക്കണം. ലയബിലിറ്റി സൈഡിൽ എടുത്ത് എഴുതിയ എമൗണ്ട് തന്നെ അവസാനം കൊണ്ടുവന്ന് കോപ്പി എഴുതി എടുത്ത് വെക്കരുത്, ടാലി ആണോ എന്ന് നോക്കണം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ ആൻഡ്
ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയും അടുത്ത സെമസ്റ്ററിലാണ്, ഈ സെമസ്റ്ററിലില്ല. ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും മാത്രമേ ഉള്ളൂ. ഇത് നോക്കുക. ഇത് തന്നെയാണ് എല്ലാ പ്രോബ്ലങ്ങളും. ഇല്ലസ്ട്രേഷൻ കുറേ ചെയ്യാൻ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ക്ലാസ്സിൽ ഇത്രേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇനി ഇല്ലസ്ട്രേഷൻസ് കുറേ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. പ്രോബ്ലംസ് വേണമെങ്കിൽ ഞാൻ ഇനിയും തരാം, അത് ചെയ്ത് നോക്കുക, തനിയെ ചെയ്ത് നോക്കുക. സംശയമൊന്നും വരാൻ യാതൊരു ഇതുമില്ല. എന്ന് വെച്ചാൽ നിങ്ങളിത് സോൾ പ്രോപ്പറേറ്റീവ് ചെയ്ത പോലെ തന്നെയാണ്. ആയിക്കൂടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫോർമാറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക.